ഈ കാണുന്നതാണ് നമ്മുടെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ജീവികളുടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നാണ് പറയുക. അപ്പോൾ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി റൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു ഞാനിതിൻ്റെ പിക്ചേഴ്സ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. വളരെ ചെറിയ മത്സ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ചില ജീവികളുടെ ചിത്രങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചറുകൾ, കൈ കാല് അത്തരത്തിലുള്ള എല്ലാ സ്ട്രക്ചറുകളും നമുക്കിതുപോലെ സ്കാൻ ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇതാണ് ആ മെഷീൻ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുന്ന മെഷീൻ. ഇതാണ്ട് 1 കോടി രൂപയുടെ അടുത്ത് വിലയുള്ള ഒരു മെഷീനാണ്. ഇത് ഏതാണ്ട് 20 വർഷം പഴക്കം ഉള്ള ഒരു മെഷീനാണ്. ജോൾ എന്ന് പറയുന്ന കമ്പനിയുടെ മെഷീനാണ്. നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന നിരവധി കുട്ടികൾ, നമ്മുടെ കുട്ടികളും എല്ലാ ആൾക്കാരും നിരന്തരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണിത്. ഇതാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പം ഇതാണ് ചേംബർ. ഇവിടെയാണ് നമ്മൾ സാമ്പിളൊക്കെ ഹോൾഡ് ചെയ്യുന്നത്. ഇവിടെയാണ് നമുക്കതിൻ്റെ സ്കാനിങ് കമ്പ്യൂട്ടറിൽ കാണാൻ വേണ്ടി കൃത്യമായിട്ട് കഴിയും. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഇതിൻ്റെ കൂടെയുള്ള ചില ഇൻസ്ട്രുമെൻ്റാണ് ഇത്. ഈ സെമിൻ്റെ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആ സിസ്റ്റം കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൂളിംഗ് ചേമ്പറാണ്. അതേപോലെ തന്നെ ഈ കാണുന്നത് കാർബൺ സിലിണ്ടറാണ്. ഇത് ക്രിട്ടിക്കൽ പോയിൻ്റ് ഡ്രയർ, അതായത് സാമ്പിള് ബയോളജിക്കൽ സാമ്പിളാണ്. സാമ്പിൾ ഡ്രൈ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള, സാമ്പിളിന് മറ്റ് കേടുപാടുകളൊന്നും വരാതെ ഡ്രൈ ആക്കിയെടുക്കാനുള്ള ഒരു മെഷീനാണ്. ക്രിട്ടിക്കൽ പോയിൻ്റ് ഡ്രയർ എന്നാണ് ഇതിൻ്റെ പേര്. അതേപോലെ തന്നെ ഇതാണ് ഗോൾഡ് കോട്ടിംഗ് മെഷീൻ. ഇപ്പോൾ ഈ ഒരു ചേംബറിൽ കാണുന്ന ആ ഒരു ജീവിയാണ്. ഇത് നമ്മുടെ മത്സ്യത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ നമുക്കിത് സാധാരണ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഷേപ്പ് മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ നമുക്കിതിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും, ഇതിൻ്റെ ഓരോ കൈയും കാലും ഭാഗങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പോർഷനാണോ നമുക്ക് സ്കാൻ ചെയ്യേണ്ടത്, അപ്പോൾ ആ പോർഷൻ കുറച്ച് നമുക്ക് ഇതേപോലെ സൂം ചെയ്തെടുക്കാം. സൂം ചെയ്തെടുത്തതിന് ശേഷം, ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു സെൻട്രൽ പോർഷൻ നമുക്ക് സൂം ചെയ്തെടുക്കണം, ആ ഒരു സ്ട്രക്ചർ കാണണം. അപ്പോൾ നമ്മളതിങ്ങനെ സൂം ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അത് നമ്മൾ കൃത്യമായിട്ട് അത് ഫോക്കസ് ചെയ്യേണ്ടത് മുകളിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്യുകയാണ്. കറക്റ്റ് ഫോക്കസ് ആയി കഴിയുമ്പോൾ നമുക്കത് പിന്നീട് സ്കാനിങ് കൊടുക്കാം. സ്കാനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇമേജായിട്ട് കിട്ടും. ഇതൊരു ക്വിക്ക് സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഇതിൽ കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലാണ്. അപ്പോൾ ബ്രൈറ്റ്നസ് നമുക്ക് കുറച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. ഫൈനൽ സ്കാനിങ് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സ്കാനിങ് നടന്നതിന് ശേഷം നമുക്ക് ഇപ്പം സ്കാനിങ് ഇവിടെ നമുക്കൊരു ഓറഞ്ച് ലൈനിൽ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു പോർഷൻ സ്കാനിങ് നടന്ന് ഇങ്ങനെ വരികയാണ് വളരെ സ്ലോ ആയിട്ട്. നമുക്ക് ഓൾറെഡി സ്കാൻ ചെയ്ത കുറച്ച് ചിത്രങ്ങൾ നമുക്ക് കാണാം. ഈ അനിമലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 മില്ലിമീറ്ററാണ് ഇതിൻ്റെ സൈസ്. അപ്പം 2 മില്ലിമീറ്റർ സൈസുള്ള ഒരു അനിമലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഘടനയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട് അതിൽ കാണുന്ന ചെറിയ രോമങ്ങളും മുള്ളുകളും ഒക്കെ വളരെ കൃത്യമായിട്ട് നമുക്കിതിൽ മനസ്സിലാക്കാൻ